കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കേട്ടാൽ വല്ലാത്തൊരു ആവേശമാണ്. ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അതേ ആവേശം അദ്ദേഹം ഇറക്കുന്നത് കാണാം. അതേ ശൗര്യം, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അതേ ശൗര്യത്തോടെ അതേ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് കാണും. ചില കാര്യങ്ങളിൽ മാത്രമാണ്, അത് വല്ലപ്പോഴുമൊക്കെ അദ്ദേഹത്തിന് ആ രീതിയിൽ കാണാറുമുള്ളൂ. ആ ഒരു പറയുന്ന വാക്കുകളിലും ദൃഢതയുണ്ട്. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, വാക്കുകൾ, അതികഠിനമായിട്ടുള്ള വാക്കുകളൊക്കെ അദ്ദേഹത്തിന് അമർഷത്തിലുണ്ടായിരിക്കും, രോഷത്തിലുണ്ടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര തണുത്ത മയമാണ്. പക്ഷെ ഇപ്പോൾ അത് വല്ലാത്തൊരു വിവാദമൊക്കെ ആയിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇറാൻ ഇസ്രായേൽ യുദ്ധമായപ്പോഴത്തേക്കിന് ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ ആ ഒരു വോയിസ് മോഡുലേഷൻ തന്നെ ഭയങ്കര ഹൈയും ലോവും ഒക്കെ ചേർന്നുള്ള ഒരു പിച്ചിലായിരുന്നു. തെമ്മാടി രാഷ്ട്രമാണ് എന്ന് അദ്ദേഹം വികാരാധീനനായി പറഞ്ഞപ്പോൾ ഇറാനെതിരെ ഉള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനാവുന്നതുമല്ല. ഒരുപക്ഷെ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ഇത്രയ്ക്ക് സപ്പോർട്ട് നമ്മൾ ഇറാന് കൊടുക്കത്തില്ല. അപ്പം അത്രയ്ക്ക് ഊർജമായിട്ടാണ് അദ്ദേഹം ഒരു വാക്ക് പ്രയോഗിച്ചത്. തെമ്മാടി രാഷ്ട്രമാണ് ഇറാൻ, ഇസ്രായേൽ. ഇസ്രായേൽ ഇത്തരത്തിലുള്ള വെറുതെ ഇരുന്ന രാജ്യത്തിനെതിരെ ആഞ്ഞടിച്ചത് ഒരു വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. മാത്രമല്ല മരുമോൻ റിയാസ് പറഞ്ഞത് ഗുണ്ടാ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുള്ളത്. എന്തായാലും അമ്മായിപ്പനും മരുമോനും നല്ല രീതിയിൽ പരുഷമായ വാക്കുകളോടുകൂടി ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. എവിടെയോ കിടക്കുന്ന ഇസ്രായേലിനും ഇറാനും ഒരു യുദ്ധത്തിലേക്ക് പോയപ്പോഴത്തേന് ഇറാന് സപ്പോർട്ടായിട്ട് നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ എൻ്റെ രാജ്യത്തിലെ 29 പേരെ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയപ്പോൾ ഈ ശൗര്യം ഞാൻ കണ്ടില്ല. CMA, ഞാൻ ഈ ഒരു ശൗര്യവും കണ്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ചെയ്തപ്പോൾ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആ ഒരു പവറും ആ ഒരു ആവേശവും എനിക്ക് അങ്ങയിൽ കാണാൻ കഴിഞ്ഞില്ല. അതെന്താണ് എന്നുള്ളത് എനിക്ക് മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു കാര്യമാണ്. ഇറാനോടും ഗാസയോടും കാണിക്കുന്ന അങ്ങയുടെ മമതയും സ്നേഹവും എന്തുകൊണ്ടാണ് സ്വന്തം രാജ്യത്തോട് കാണിക്കാത്തത്? അന്ന് ഞാനൊക്കെ ഇങ്ങനെ ഒരു ഈ പാകിസ്ഥാൻ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് അങ്ങയുടെ ഒരു വാക്ക്, അങ്ങയുടെ ഒരു പ്രൗഢിയുള്ള ശക്തി പകരുന്ന, സൈനികർക്ക് ശക്തി പകരുന്ന, രാജ്യത്തിന് ശക്തി പകരുന്ന, ഈ പറയുന്ന മരണപ്പെട്ടവർക്ക് ഊർജം പകരുന്ന ഒക്കെ വാക്കുകൾ അങ്ങയുടെ വായിൽ നിന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടും വളരെ നോർമലായ ചെറിയൊരു ബൈറ്റ് കൊടുത്തുകൊണ്ടും വളരെ ഈ ഒരു അതികഠിനമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഒരു അനുസ്മരണം എന്നുള്ള രീതിയിൽ അങ്ങ് പ്രതികരിച്ചു എന്നുള്ളതാണ് എനിക്കിപ്പോൾ ആശ്ചര്യമായി തോന്നുന്നത്. അത്രയെങ്കിലും അങ്ങ് ചെയ്തല്ലോ. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പോലും അങ്ങ് ഈ ഒരു ആവേശമൊന്നും കാണിക്കാൻ സാധിച്ചില്ല. ആ സൈനികർക്കൊരു ബലം നൽകിയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അങ്ങയുടെ പാർട്ടിയുടെ പല ആൾക്കാരും പറഞ്ഞ് ഇന്നും ഞങ്ങളുടെയൊക്കെ ചെവികൾ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധം എന്നത് ദൂരെ നിന്ന് കാണുന്നവർക്ക് അതൊരു യുദ്ധമായിരിക്കും, അടുത്തുള്ളവർക്കാണ് അതിൻ്റെ ഭയാനകം, അത് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ പാകിസ്ഥാനിലെ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചത് അല്ലെങ്കിൽ അവരെ വിധവകളാക്കിയത് അങ്ങ് മറന്നുകൊണ്ട് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്തായാലും ആശ്ചര്യമൊന്നും തോന്നില്ല. അങ്ങയിൽ നിന്ന് ഇത് മാത്രമേ ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ഇറാൻ അനുകൂലമായിട്ടുള്ള അങ്ങയുടെ പ്രസ്താവന, അതേപോലെ തന്നെ ഗാസയ്ക്ക് അനുകൂലമായിട്ടുള്ള അങ്ങയുടെ പ്രസ്താവന, പലസ്തീന് ഒക്കെ അനുകൂലമായിട്ട് ഹമാസിനെ അനുകൂലിക്കുന്നെങ്കിലും പരോക്ഷമായിട്ടുള്ള അങ്ങയുടെ പാർട്ടിയുടെയും ചില പ്രസ്താവനകൾ സത്യം പറഞ്ഞാൽ ഈ ആഹാരം കഴിക്കുന്ന, ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അതങ്ങോട്ട് ദഹിക്കുന്ന കാര്യങ്ങളല്ല എന്നുകൂടി അങ്ങ് ഓർക്കുക. ഇത്രയേറെ രോഷാകുലമായി അങ്ങ് സംസാരിച്ചപ്പോൾ നമുക്കറിയാം ഈ ഒരു പഹൽഗാം ആക്രമണ സമയത്ത് നമ്മുടെ മലയാളിയായ ഒരു വ്യക്തി കൂടി മരണപ്പെട്ടിരുന്നു. അന്നും അങ്ങ് 4ാം വാർഷികമൊക്കെ ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ആഘോഷത്തിൻ്റെ ഇതിലാണ് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് AKG സെൻ്ററിൻ്റെ പാലുകാച്ചൽ നടത്തിയതും ഞങ്ങൾ ഇനി ഈ ജന്മം മറക്കാനും പോകുന്നില്ല. ആ പാലുകാച്ചൽ സമയത്ത് ആ മലയാളിയുടെ മൃതദേഹം ഇങ്ങ് നാട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ പിന്നീട് ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെന്ന് കണ്ടതല്ലാതെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അങ്ങ് ചെയ്തില്ല. ചെയ്യേണ്ടുന്നതും പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും ചില കാര്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്. അപ്പോൾ അത് അങ്ങ് ചെയ്യാൻ മറന്നുപോയി. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ ഉള്ള പ്രസ്താവന നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. എല്ലാ മറ്റു രാജ്യങ്ങളിലുള്ള ഒരുപാട് വിദേശികൾ ഒരുപക്ഷെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ആദ്യം അവരുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കേരളം എന്ന
ഈ കൊച്ചു സംസ്ഥാനമാണ്. കാരണം ഏറ്റവും അധികം വിദേശ ടൂറിസ്റ്റുകൾ, ഒരുപക്ഷെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ കഴിവില്ലായ്മ കാരണമായിരിക്കും ടൂറിസം മേഖല ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തികം അതിൽ നിന്ന് തന്നെ നേടാൻ പറ്റുന്ന തരത്തിൽ കേരളത്തെ ഉയർത്താമായിരുന്നു. പക്ഷേ എത്ര ഇല്ലെങ്കിലും ആ കേരളത്തെ എന്നും അതൊന്ന് കാണാൻ വേണ്ടി, ഈ സംസ്ഥാനത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദേശികളുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖം ഒക്കെ ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇപ്പോഴും ആ ഒരു യുദ്ധമുഖത ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തിരിച്ചടി ഉണ്ടാവുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളം അറിയുന്ന വിദേശികൾ ഒരു പക്ഷേ നമുക്കറിയാം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തിയപ്പം കോൺഗ്രസിൻ്റെ സൈബർ ടീമും പല ആൾക്കാരും ഇട്ട പോസ്റ്റുകൾ ട്വീറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പാകിസ്ഥാൻ എടുത്ത് അലക്കി അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ വിമർശനങ്ങളായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായിട്ട് നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് പറയുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ സംസ്ഥാനമെന്നോ രാഷ്ട്രീയമെന്നോ മതമെന്നോ ഉള്ളതല്ല. കാരണം ലോകം പലവിധ റഷ്യ, ഉക്രൈന്, പലസ്തീൻ, ഇസ്രായേൽ, അതുപോലെ തന്നെ ഇസ്രായേൽ, ഇറാൻ ഇങ്ങനെയുള്ള പലവിധ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധ മുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും അതേപോലെ ഇന്ത്യ പാക് ഇതൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു രാജ്യം ഒരു മനസ്സ് എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കേന്ദ്രം നമ്മുടെ സൈനികർ പറയുന്ന രീതിയിൽ നമ്മൾ ആർക്കാണോ പിന്തുണ നൽകുന്നത് അത് രാജ്യത്തിൻ്റെ ഓരോ വ്യക്തികളും, ഓരോ ജനങ്ങളും, ഓരോ രാഷ്ട്രീയ നേതാക്കളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവിടുത്തെ വിഭിന്ന അഭിപ്രായങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പലവിധ മനസ്സുകൾ ഛിന്ന ഭിന്നമായി പോയി കിടക്കുന്ന പലവിധ മനസ്സുകളാണ് മറ്റുള്ള രാജ്യങ്ങൾ കാണുന്നത്. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മുടെ രാജ്യത്തിന് നേരെ എന്ത് വന്നാലും നമ്മളത് തടുക്കും, ഒറ്റക്കെട്ടായിട്ട് തന്നെ തടുക്കും. ആരൊക്കെ നമ്മൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ആ രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുമെന്നുള്ളൊരു ഒറ്റ കെട്ടാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടെന്ന്. തീവ്രവാദികളെ നിശേഷം സംഹരിക്കേണ്ടെന്ന കാലമെടുത്തു. കാരണം അവർ എത്രത്തോളം ഉണ്ടോ അവർക്ക് അവരുടേതായ രാഷ്ട്രം മാത്രം പൊക്കിയാൽ മാത്രം മതി. അവർക്ക് അവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ നിൽക്കുന്ന സ്ഥലത്തെ ജനം, ഇപ്പം നമുക്ക് ഗാസയിലേക്ക് കാര്യം അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂരമായി വേദനിപ്പിക്കുന്ന ഈ ഹമാസ് തന്നെയാണ്. അത് പറഞ്ഞും പറയാതെയൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ജനതയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എന്നേ ആ യുദ്ധം തീർന്നതിനെ. ഈ ഗാസ ഏകദേശം തരിപ്പണമായിട്ട് അവരുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളോ അല്ലെങ്കിൽ അവിടുത്തെ സമ്പദ്ശേഷി ഒന്നുമല്ല അവർക്ക് പ്രധാനം. അവർക്ക് വേണ്ടുന്ന തീവ്രവാദികളുടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ ചിന്തകളുമായിട്ട് എല്ലാ രാജ്യത്തും ഇത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും പല തീവ്രവാദികളും പല ചാരപ്പണിക്കാരെ നമ്മൾ കണ്ടെത്തിയ വിവരങ്ങൾ നമ്മളുടെയൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ നോക്കിക്കാണുകയാണ്. ഇപ്പം അടുത്തടുത്തുണ്ടായ കപ്പൽ അപകടങ്ങൾ, നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം തകർച്ച, ഇതൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വല്ലാത്ത ഒരു പരിതസ്ഥിതിയിൽ നമ്മൾ പല രാജ്യങ്ങളെ അനുകൂലിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് ചിന്തിച്ചൊക്കെ അനുകൂലിക്കുന്നത് നന്നായി. കാരണം ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസ്താവന ഒരു പക്ഷേ ഈ പറയുന്നോണം വിദേശികളൊക്കെ എടുത്തിട്ട് അവർക്കറിയില്ല ഇതൊരു ചെറിയ സംസ്ഥാനത്തിലെ ചെറിയ മുഖ്യമന്ത്രിയാണെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ പല രീതിയിൽ വേർതിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിലെ കൃഷി പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയപ്പോൾ അന്ന് ഇസ്രായേൽ നന്നായിരുന്നു, ഇന്ന് അതൊരു തെമ്മാടി രാഷ്ട്രമായി മാറി. അപ്പോൾ ആവശ്യത്തിന് ഇസ്രായേൽ വേണം അല്ലെങ്കിൽ റഷ്യ വേണം, ആവശ്യമില്ലാത്തപ്പം ചൈനയും തുർക്കിയും പലസ്തീനും അങ്ങേക്ക് ഇറാനും ഒക്കെ മതി എന്നുള്ളൊരു വിചിത്രവാദം, വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പോകുന്നു. പ്രതികരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഒത്തൊരുമ കൂടി നോക്കി വേണം പല കാര്യങ്ങളും പ്രതിഷേധിക്കാൻ. മാത്രമല്ല നമ്മുടെ രാജ്യത്തിനകത്ത് കിട്ടിയിട്ടുള്ള ആക്രമണങ്ങളുടെ അത്രയും തീവ്രതയൊന്നും അങ്ങ് മറ്റുള്ള രാജ്യങ്ങൾ തമ്മിൽ അടികൂടുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും കാണേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തെ എത്രയോ സ്ത്രീകൾ ആ രീതിയിലുള്ള തീവ്രതയൊന്നും ആവേശമൊന്നും അങ്ങ് മറ്റുള്ള രാജ്യങ്ങൾക്ക് കാണേണ്ട കാര്യമില്ല. ആദ്യം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു വ്യക്തി മരിച്ചുപോയി, അത്തരത്തിലുള്ള കാര്യത്തിൽ ഈ ഒരു ആവേശമൊക്കെ കാണിച്ച കുറച്ചുകൂടിയൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് അങ്ങേക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങേക്ക് നടത്തുന്ന പ്രസ്താവനകളൊക്കെ ഒരു മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മതവിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ എട്ടുനിലയിൽ പൊട്ടത്തേ ഉള്ളൂ. ജനങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അത് അവിടെ രാഷ്ട്രീയവും മതവും നോക്കിയൊന്നുമല്ല, നല്ലൊരു ഭരണാധികാരിയെ നോക്കിയാണെന്നുള്ളത് കൂടി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും.